This story is based on Mr. Ravindran, who is devoted his life for organic farming. For the last 3 decades, he is engaged in organic farming, especially in terrace organic vegetable cultivation. ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുമ്പോൾ കഷ്ടിച്ച് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കാണാം. നിങ്ങൾക്ക് ഏവർക്കും ഒരുപക്ഷെ സുപരിചിതനായിരിക്കും ഉള്ളൂർ ആർ രവീന്ദ്രൻ. ജൈവ കൃഷിയിലെ കലകൾ 48 അല്ലെങ്കിൽ 68 പയറ്റിത്തെളിഞ്ഞ ഒരു മഹാവ്യക്തിയാണ്, ഒരു ജൈവ കർഷകനാണ് ഈ ഉള്ളൂർ ആർ രവീന്ദ്രൻ. വാട്ടർ അതോറിറ്റി ഓഫീസിന് നേരെ എതിർവശത്ത് ഈ കാണുന്ന പനച്ചിയുള്ള ലെയിനിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് ആദ്യത്തെ ഇടതുവശത്തോട്ടുള്ള റോഡിലോട്ട് തിരിഞ്ഞാൽ അവിടെ നിന്ന് രണ്ടാമത്തെ വീടാണ് ആർ രവീന്ദ്രൻ്റേത്. KRA 172 റെജി ഭവൻ. പ്രവേശിക്കുമ്പോൾ തന്നെ നേട്ടങ്ങളുടെ ഒരു ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കൃഷിയിലൂടെ ഒരു എത്തിനോട്ടം നമുക്ക് നടത്താം. ഈ പടവുകൾ കയറി, ഇതുപോലെ നിരവധി പടവുകൾ കയറി ഉന്നതിയിലെത്തിയ ഒരു ജൈവ കർഷകനാണ് ആർ രവീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ അപരനാമം കാച്ചിൽ രവീന്ദ്രൻ എന്ന പേരിലും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നത് അദ്ദേഹം 275 കിലോ കാച്ചിൽ വിളയിച്ച് ലിംകഫ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ഈ ആർ രവീന്ദ്രൻ. ഇവിടുത്തെ ടെറസ് കളിക്കളം പോലെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷി സൂത്രങ്ങൾ ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാം. ഇനി പറയാതെ എടുത്തേക്കാം. അത് എന്തിനാണ് അത് ഉള്ളത്? ഇത് മഞ്ഞൾ, കസൂരി മഞ്ഞൾ, കരിമഞ്ഞളൊക്കെ പാകമാവാറായി വരുമ്പോൾ എല്ലാത്തിൻ്റെ ആദ്യത്തെ ഇല പഴുത്ത് താന്ന് കിടക്കും. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിപ്പം ഈ പച്ചക്കറി അടിക്കുന്ന എല്ലാത്തിൻ്റെയും ചെടിയെ അതൊക്കെ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊരു പുതയിടുന്നതിന് തുല്യമാണ്. പോരാത്തതിന് ഇത് ഒരു പിന്നീട് വളമായി വരികയും ചെയ്യും. പിന്നെ അതുകൂടാതെ ഏറ്റവും ഗുണമായിട്ട് എനിക്ക് തോന്നിയത് കീടങ്ങളെ കുറച്ച് നിയന്ത്രിക്കുന്നു എന്നുള്ള ഇത് കൊണ്ടുണ്ടാകുന്നുണ്ട്. മണ്ണിൽ കൂടുതൽ കീടങ്ങളെ അണുക്കളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ലൊരു എന്താണത്? അന്നുണ്ണി നെല്ല്. നെല്ല് ആയിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് നെല്ല് ഭാഗമായി അതിനെ കുറച്ച് അരിയാക്കി ചോദിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ നെല്ല് കിട്ടും ഇല്ലേ? പക്ഷെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. എന്നും പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ജൈവ കർഷകനായ ഡ്രാഗൺ. എന്താ വീപ്പയിലാണോ വെച്ചിരിക്കുന്നത്? നമ്മളെ ബാറിൽ കുറുക്കുകയും കട്ട് ചെയ്തിട്ടുണ്ട്, നെടുവയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയതാണ്. അപ്പോൾ കൂടുതൽ ഗുണം കിട്ടുന്നത് നെടുവയെ കട്ട് ചെയ്യുമ്പോഴാണ്. നെടുവയെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല വിസ്താരം കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് പയർ കിട്ടി. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പം നമ്മളെ ഓണത്തിന് ഒരുമുറം പച്ചക്കറിയുടെ കൂടെയും ഇപ്പോഴത്തെ പുതിയ സ്കീമിലുള്ളതാണ്. ഇത് മണിത്തക്കാളിയാണോ? അത് അതിന്റെ ഉപയോഗം എന്താണ്? ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. അപ്പം ഇതെനിക്ക് തന്ന ആള് ഇപ്പോഴില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദ്യനാണ് തന്നതിന്റെ തൈ. എന്നിട്ട് പറഞ്ഞു വെച്ചാൽ ഇതിന്റെ ഒരു മറ്റ് സാധാരണ
4-5 തക്കാളി കഴിക്കുന്നതിൻ്റെ ഗുണം ഒരു കായ്ക്കുണ്ടെന്നാണ്. ഓഹോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ രാവിലെ വന്ന് പഴുത്തേക്കും കുറച്ച് പറിച്ച് തിന്നും. ഇതുകൊണ്ട് ഞൊട്ടാഞ്ഞൊടുക്കൊണ്ട് ഇതൊക്കെ പറിച്ച് തിന്നും, നമുക്ക് നല്ല എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തിന്നുകൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 10 മണിയായിരുന്നാലും വിശപ്പും ഇല്ല, ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. കാർത്തികയ്ക്ക് വേണ്ടി ഇപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. തയ്യാറാക്കിയതാണ്. ഇതേപോലെ ഇപ്പം വർഷങ്ങളോളമായി പല വീടുകളിലും അവർക്ക് പടുത്ത് വിടാൻ സ്ഥലമില്ല, നടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞില്ല, ഇതേ മോഡലിൽ കാഴ്ച ചെയ്യുന്നുണ്ട്. കാച്ചിലുണ്ട്, നനകളുണ്ട്, മുൾക്കിഴങ്ങുണ്ട്, ചെറുകിഴങ്ങുണ്ട്, എല്ലാം ഉണ്ടോ ഇതിന്? എല്ലാം അതിനകത്തുണ്ട്. ഇത് അങ്ങോട്ട് കാണുന്നത് മുൾക്കിഴങ്ങാണ്, ബാക്കി നനകിഴങ്ങും ചെറുകിഴങ്ങും. ചീരച്ചേമ്പ് അല്ലേ? ചീരച്ചേമ്പ്, ചുവന്ന ചീര, ഇത് അമേരിക്കൻ ചീര. അമേരിക്കൻ ചീര ഏതാണ്? അമേരിക്കൻ ചീര. ഇത് നല്ല ഭംഗിയാണ്. ഇതിപ്പം സൂര്യപ്രകാശം കുറവായിട്ടുള്ളത് ഈ ഇല നല്ല വയലറ്റ് കളറായിരിക്കും. ഇതാണ് അമേരിക്കൻ ചീര അല്ലേ? ചീര ആടി സൈഡ് നല്ല വയലറ്റ് കളർ, കുറച്ചുകൂടി നല്ല ഡാർക്ക് ആയിരിക്കും. സാധാരണ ചീര ഇത് സാറേ ഇത് ഫ്ലാറ്റുകളിൽ നമുക്ക് എത്ര നില കെട്ടിലായിരുന്നാലും ശരിയല്ല, ജനലിന്റെ പുറത്ത് ഇതുപോലെ വെച്ചിട്ട് ആ പൈപ്പ് വെച്ചിട്ട് അതിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ചീര പയറെല്ലാം നടാൻ പറ്റും. മുറിക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റും. നമുക്ക് ഇത് മൈപ്പീൽ ചീര എന്നല്ലേ ഇത് മൈപ്പീൽ ചീര, ഇത് റെഡ് ചീര. നമുക്ക് നല്ല പരുവപ്പെട്ട് വരും. അപ്പോൾ വെള്ളം ഒഴിക്കാൻ ഇതിലൊഴിച്ചാൽ മതി, വെള്ളം ഇതിൽ പത്ര ഇതിൽ പിടിച്ചു പോകും. ഈ പൈപ്പ് നിറയെ മണ്ണാണ്, മിശ്രിതമാണ്. നമുക്ക് എല്ലാ വളം എല്ലാം ചേർത്തുള്ള മിശ്രിതമാണ്. അതൊന്ന് ഇവിടെ വന്ന് അപ്പോൾ ഈ 3 സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതി, ഇടയ്ക്കെല്ലാം വെള്ളം കിട്ടിക്കോളും. ശരി, ഇതിലെല്ലാം വെള്ളം കിട്ടി. എത്ര വിസ്താരം വേണോ അതിന്റെ പൈപ്പ് ചൂടാക്കി വെച്ച് കൊടുത്താൽ മതി, ഹോളാണ്. ഇതെല്ലാം ഡ്രില്ല് മെഷീൻ ഇട്ടാണ്. ഇത് ചെറിയ ഹോൾ, അത് ഇത് കിട്ടണം, എയർ കിട്ടാൻ വേണ്ടി. ഗൾഫ് രാജ്യത്തില് കിലോയ്ക്ക് 4000 രൂപയോളം വില വരുന്നതാണെന്ന്. ഇതിന്റെ കായ്ക്ക് പഴം ഞൊട്ടാൽ നൊടിയൻ ഇല്ലേ? ഞാൻ സാറിന് വാട്സപ്പിൽ അയച്ചു, അത് സേവ് ചെയ്തിട്ട് ആ പഴുക്കണം. പഴുത്താലേ മധുരമുണ്ട്. പച്ചക്കറിയില് 5 തൊഴിഞ്ഞുള്ളത് ഞാൻ തിന്നു. ഇത് ഈ മണിത്തക്കാളി പോലെ കഴിക്കാം. ഇത് പിഞ്ചാണ്, പഴുത്തില്ല. പഴുത്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറാവും, നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കഴിക്കാം. ഇതിപ്പോ രുചി കാണില്ല, ഇതിൽ ചെറിയ കശർപ്പാണ്. പഴുത്ത് വരുമ്പോൾ നല്ല ഇതാണ്. പക്ഷെ ഇത് പെട്ടെന്ന് ഇറന്നു പോകും. അത് ശരി. മറ്റേ നിൽക്കുമ്പോൾ നിൽക്കില്ല, പിടിച്ചോടെ പൊട്ടിപ്പോവും. നല്ല വായിലിട്ട് ചവച്ച്, ഇത് വെറ്റില വായിലിട്ട് ചവച്ച് തിന്നാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നു, പുതിയ പുതിയ കൃഷി വിളകൾ കൊണ്ടുവരുന്നു, അതിൻ്റെ ഉപയോഗം കണ്ടറിഞ്ഞ് മറ്റുള്ളവരിൽ അത് പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. ഇപ്പോൾ എത്ര വർഷമായി? 96 മുതൽ ഈ ടെറസിന്റെ മുകളിൽ ചെയ്യുന്നു. ഇതേപോലെ സ്റ്റാൻഡൊന്നും ഉണ്ടാക്കിയില്ല. സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയത് 2006-2007 കാലഘട്ടത്തിലാണ്. 2006-2007 നേരത്തെ ഇഷ്ടിക ഓരോ ഡിഷൊക്കെ വെച്ച് ചെയ്തു. നമുക്ക് ഒരുപാട് നമുക്ക് ഒരു കീഴുണ്ടെങ്കിൽ കയറാം. നമുക്ക് നല്ല ഓക്സിജൻ നമുക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 2 അടുത്ത് കറി വെച്ച് സാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിന് നല്ല നല്ല നല്ലൊരു അരിയില്ല അല്ലേ? നല്ല അങ്ങനെ പരുവാവ് വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ അറിയപ്പെടാതെ പോകുന്ന പല ഔഷധ മൂല്യമുള്ള സസ്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് നല്ല മധുരമാണോ? ചൈനീസ് ഭയങ്കര പുളിയാണ് സാറേ. പുളിയാണോ? ഭയങ്കര പുളിയാണ്. പക്ഷെ വെള്ളം കുടിക്കാൻ ക്ഷീണം അകറ്റാൻ അങ്ങനെ ജയിക്കാൻ വേറെ ഒന്നുമില്ല. നമ്മൾ ഓറഞ്ച് നാരങ്ങ വെള്ളം പിഴിയുന്നത് പോലെ ഇത് പിഴിയാം അല്ലേ? ഉപ്പും പഞ്ചസാര ഇട്ടോ അല്ലെങ്കിൽ പഞ്ചസാര ഇടാം, ഉപ്പിടാം. ഇത് ആനക്കൊമ്പൻ തന്നെ അല്ലേ? പക്ഷെ ഇനം മാറി. അതാണ് ആനക്കൊമ്പന്റെ പ്രത്യേകത. വേറെ ഏതെങ്കിലും നട്ടു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കണമെങ്കിൽ മാറിക്കും.
ഓ അങ്ങനെ, ആ അത് ശരി. അതാണ്. അങ്ങനെ ഇനം മാറിയതാണ് അല്ലേ? ഇതാ ഇത് നേരത്തെ നിന്നത് ഇതേപോലെ നീണ്ട് ഒത്തിരി നീളം വരെ ഉണ്ടായിരുന്നു. ആ പക്ഷെ അത് കഴിഞ്ഞപ്പം ഇതിന്റെ കൂടെ അടുത്ത് നിന്നായിരുന്നു. ആ. വേനം മാറുന്നുണ്ട്, ചെറിയ സൈസ് ആകുന്നുണ്ട്. ഈ ബേസിൻ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ആദ്യത്തെ വില കിട്ടും. എനിക്ക് കിട്ടിയത് നമ്മളെ ഒരു ഇത് കൊടുത്തിരുന്നു, തട്ടുകട ഉണ്ട്. പക്ഷെ അത് ഇത്രയും കൂടി കട്ട് ചെയ്ത് ഒരു ബെൽറ്റ് ആക്കിയിട്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ നടാൻ വേണ്ടി ഇത്രയും പൊക്കം വേണമെന്നില്ല. ഇതൊക്കെ ആദ്യം ചെയ്തതാണ്. മൂടി വന്നിട്ട് തന്നെ ചരിച്ചിട്ടപ്പോ ഇതില് രണ്ടെണ്ണത്തില് ഒന്ന് നമ്മൾ ചരിച്ചിട്ട് ഒന്ന് ചരിച്ചിട്ടില്ല. ചരിച്ചിട്ട് ഇവിടുന്ന് ശീരം വന്ന ഇതായിരിക്കും ആദ്യം പൂ വരുന്നത്. ശീരം വേണം. അവിടെ വേറെ ഉണ്ട്, നല്ലപോലെ കായ് വേണം. ഇതിന്റെ ഔഷധവും കാപ്പിക്ക് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓ, കാപ്പിക്ക് ഉപയോഗിക്കുന്നല്ലേ? തിപ്പില് ഇത്രയും ആകുമ്പോൾ പരുവായി നമ്മൾ അടത്തില്ലെങ്കിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. താഴെ പോവും. ഇതിങ്ങനെ കാപ്പിക്ക് ഇടാൻ പറ്റുമോ? ഇത് ചതച്ച് കാപ്പിക്കിടാം. കഫക്കെട്ടിനും എല്ലാത്തിനും നല്ലതാണ്. ഭയങ്കര ഭയങ്കര വിലയാണ്. മഴയെന്നല്ല വെയിലെന്നല്ല 24 മണിക്കൂറും കാർഷിക വൃത്തിയോട് അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജൈവകൃഷിയുടെ വിജയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയാമൃതവും സസ്യാമൃതവും മാത്രമാണ് ഇതിൽ ഒഴിക്കുന്നത്. നമ്മള് അന്ന് ഡൽഹി കൊണ്ടുപോയ 40 വെറൈറ്റി കാച്ചില് 29 വെറൈറ്റി കാച്ചിലാണ്. താഴെ ചാക്കിലാണ് നട്ടത്. 29 വെറൈറ്റി അതിലുണ്ടോ? ഡൽഹി കൊണ്ടുപോയതിന്റെ അല്ലേ? കൊണ്ടുപോയ സാമ്പിളിൽ അതിന്റെ സൂര്യപ്രകാശം കിട്ടത്തുകൊണ്ടാണ് അതിന്റെ കളറില്ലാത്തത്. എനിക്കിത് 2 സൈസ് എനിക്ക് പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പുതിയായിട്ട് ഓവൽ ടൈപ്പിലായിരുന്നു. ഇത് ഓവൽ ടൈപ്പ് ചൊരക്കയാണ് അല്ലേ? മറ്റേത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വലുതാവും. വേറെ ബോൾ ടൈപ്പ് ഉണ്ട്. ബോൾ ടൈപ്പാണ് ഈ കൃഷിക്കാര് സന്യാസിമാര് അതിന്റെ തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ കുഴുവനായിട്ടുള്ളതിനാണ് ഒരു കള്ളി എത്താൻ വേണ്ടി നോക്കിയത് ചാച്ചിട്ടതാണ് സാറേ. തണ്ട് ചരിച്ചിടും അല്ലേ? മൂടങ്ങാണ്. അതിന് ഈ ബക്കറ്റിന്റെ ഇതിലേക്ക് കൂടി വളച്ച് കൊണ്ടുവന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് എത്ര പൊടുപ്പെന്നറിയാം. വളച്ച് വെക്കുമ്പോൾ പൊടുപ്പ് കൂടുതൽ വരും. ഈ തക്കാളി തത്തയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ? അത് വന്നിരുന്ന ആദ്യം അവിടെ വന്നിരിക്കും. അതിന് 2 ശബ്ദം ഉണ്ടായിക്കൊണ്ട് ഇവിടെ വരും. ഞാൻ അവിടെ നിൽക്കും. ഇങ്ങനെ നോക്കുകയും ചെയ്യും, വന്ന് എല്ലാം കടിക്കുകയും ചെയ്യും. പിന്നെ പഴുത്ത ഒരു കളറിലൊക്കെ അടക്കും. നല്ല വിശ്വാസമുണ്ട്. മുക്കിഴങ്ങിന്റെ ഇതാണ്. മുക്കിഴങ്ങ് അല്ലേ? ഇതൊക്കെ സുഖത്തിരിക്കുകയാണ് സാർ. അപ്പോൾ കുറച്ച് കീടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. കീടങ്ങളെ നിയന്ത്രിക്കും. അതാണ് മഞ്ഞളുണ്ടത്, കസ്തൂരി മഞ്ഞളിൻ്റെ ഒക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ അറിഞ്ഞതൊക്കെ ചെയ്യാം. ഈ മഷിത്തണ്ട്, തുമ്പ, തുളസി, പനിക്കൂർക്ക ഇത്രയും കൂടി മിക്സിയിൽ അരച്ച് തീറ്റിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് കോഴിക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. തക്കാളി ഇതെല്ലാം നമ്മൾ ഗ്രോബയിലും നടുമ്പോഴേ അതില് ചെറിയ മണ്ണിലുള്ള കീടം ഉണ്ടല്ലോ, ഞാൻ പോലത്തെ കീടം, അത് വന്ന് തക്കാളിയിലൊക്കെ തണ്ട് കാർന്നു തിന്നും. ഇതിട്ട് കൊടുത്താൽ ഒച്ച് ഇതെല്ലാം ഇതിൽ വരും. ഇതിൽ വന്നിട്ട് വെളുപ്പിന് അതിരാവിലെ വന്ന് നമുക്ക് എടുത്ത് വെയിലത്തിട്ട് കൊടുത്താൽ അവിടെ ചാവുകയും ചെയ്യും. കട്ടിയുള്ള ഇലയുണ്ട്. നമുക്ക് ഇതിന്റെ ക്യാബേജിന്റെ ഒക്കെ ഇല നല്ലതാണ്. അതിനൊക്കെ ഇല പിച്ചിടാൻ പറ്റും. പിന്നെ ഇത് കാട്ടുള്ളി എന്നും പറയും. ഇതിന് ആണി രോഗമുള്ളവർക്ക് ഇതിനെ കളഞ്ഞിട്ട് ചുട്ടിട്ട് ചവിട്ടും. പച്ചവെള്ളത്തിന്റെ കിഴങ്ങ് മരുന്നിന് അല്ലേ? ഇത് പഴുത്താലല്ലേ എടുക്കുള്ളൂ? പച്ചക്ക് അച്ചാറിടാനൊക്കെ എടുക്കാം. അച്ചാറിടാനുള്ള അമ്പഴങ്ങ അല്ലേ? അച്ചാറിടാം, മീനിലിടാം. മാങ്ങയുടെ അതേ ഉപയോഗം. മാങ്ങയുടെ അതേ ഉപയോഗമാണ്. പൊന്നാങ്കണ്ണിച്ചീര ചുവപ്പുമുണ്ട് പച്ചയുമുണ്ട്. ഇവിടെ വന്ന് അന്ന് രാവിലെ വന്ന് കൊണ്ടുപോയി.
ടെറസിൽ ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല. നെൽകൃഷിയാണ്. നെൽകൃഷിയോടൊപ്പം അസോളയും ചെയ്യുന്നു. ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന കളകളാണ്. ബക്കറ്റിലൊഴിച്ച് ശകലം വെച്ചേക്കും. ശകലം ഗോമൂത്രം ഒഴിക്കാമെങ്കിൽ പിന്നെ മതി. പിന്നെ ഇതിൽ ഗോമൂത്രം ശകലം ഒഴിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ശർക്കര ഉണ്ടാണെങ്കിൽ അത് അതിനേക്കാളും പറ്റും. എന്നിട്ട് ഇത് അരിച്ചെടുത്ത് ഒന്നും വേണ്ട, ഇതിന് കോരി ഇഞ്ഞെടുക്കും. കോരി ഈ വെള്ളത്തിലും കുടിക്കും. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അത് മതി, തളിച്ചു കൊടുക്കണ്ട. ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ വെള്ളം ഒഴിക്കാനുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിക്കും. കുറച്ച് നേർപ്പിക്കണം. നേർപ്പിക്കണം. ഏത് നമുക്ക് നേർപ്പിച്ച് ഉള്ളതുപോലെ ഇതിനകത്ത് നോക്കാം. വെള്ളത്തിൽ കൂടി ചേർന്ന് വയ്ക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിമുട്ട് ഒന്നും ചെയ്ത് അതിൽ അന്ന് അവിടുത്തെ അടുത്ത് തന്നെ 30 പകലേ സാറേ. എത്ര ഗ്രാമിന് സാറേ? അല്ല, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇന്ന് ജൈവ വളക്കൂട്ടുകളെക്കുറിച്ച് അറിയാം. ഇവിടെ രവീന്ദ്രൻ സ്വതസിദ്ധമായ ശൈലിയിൽ ജൈവ വളക്കൂട്ടുകൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹൃദയാമൃതം, സസ്യാമൃതം 2 ജൈവ വളക്കൂട്ടുകൾ ഇതിനകം തന്നെ വളരെ ഏറെ പ്രചാരത്തിൽ എത്തിക്കഴിഞ്ഞു. അത് ഹൃദയാമൃതം പച്ചിലകളുടെ ഒരു വളക്കൂട്ടാണ്. നമുക്ക് ലഭ്യമാകുന്ന പച്ചിലകൾ കൃഷിയിടങ്ങളിൽ, നമ്മുടെ തന്നെ കൃഷിയിടങ്ങളിൽ കളകളായി നമ്മൾ പരിഗണിക്കപ്പെടുന്ന എല്ലാത്തരം പച്ചിലകളും നമുക്ക് ഇതിലേക്ക്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് അല്ലേ? പച്ചിലകൾ. ഇതിൽ പച്ചിലകൾ മാത്രമേ ഉള്ളൂ? പച്ചിലകൾ ഗോമൂത്രത്തിലാണ് ഈ പച്ചിലകൾ ഇട്ടേക്കുന്നത്. ഗോമൂത്രം, പച്ചില, ശർക്കര. വെള്ളം ഒഴിക്കില്ലോ? ഗോമൂത്രം കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. ഗോമൂത്രം ഇല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളം, കാടി വെള്ളം, ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കണം. അഴുകി കിട്ടണമല്ലോ. ഇതിന് നമുക്ക് ഇടുന്നത് പോലെ ഇടാം. കിഴങ്ങെല്ലാം അവളിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം. വേര് പോകുന്നതെല്ലാം അറിയാം. ശരി. കമ്മ്യൂണിസ്റ്റ് വെച്ച മറ്റേ എല്ലാം ഉണ്ട്. പച്ചിലകളെല്ലാം ഇടാം. ഇനിയിപ്പോ സമയം കിട്ടുമ്പോൾ ഇതിനൊക്കെ ഇതിനെ ഇതുപോലെ കമ്പിൽ കോരി മാറ്റും. ഒരു ബക്കറ്റിനകത്ത് കോരി നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒരു അരിപ്പുണ്ട്. അരിപ്പെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുമ്പ പിഴുതെടുക്കുകയാണെങ്കിൽ ആ മണ്ണ് കമ്മ്യൂണിസ്റ്റ് വെച്ചേക്കുകയാണെങ്കിൽ കൊമ്പായിരിക്കും. ഇതിന് അരിച്ചെടുത്തിട്ട് പിന്നെ ചാണകം, പിണ്ണാക്ക്, അതിനകത്ത് ചാണകം കലക്കി ഒഴിച്ചിട്ട് ആ ചാണകവും ഗോമൂത്രം കിട്ടുമെങ്കിൽ ചാണകം കലക്കാനും ഗോമൂത്രം അതിന് വെള്ളം ഒട്ടിച്ചേരുന്നില്ല. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കുറെ കൂടി ഒഴിക്കുക. ധാന്യപ്പൊടി ഇടുക. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ധാന്യപ്പൊടിയും കൂടെ ഇട്ട് സ്റ്റെപ്പായിട്ട് ഇളക്കണം. പിന്നെ ഇതെന്താണ് നമ്മുടെ വെർമി വാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ഐറ്റംസ് മറ്റേ ബയോഗ്യാസിന്റെ സിലിണ്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഐറ്റമായിട്ട് അങ്ങ് ചെയ്തതിന് ശേഷം അവസാനമാണ് നമ്മൾ ഹൃദയാമൃതം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് നേർപ്പിച്ച് വേണം നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട്. അത് 25-30 പ്രാവശ്യം നേർപ്പിച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഉപയോഗത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആയിരിക്കും. പ്ലസ് ആക്കണമെങ്കിൽ പ്ലസിനുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഫിഷ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം. മെനിയാന്ന് ഞാൻ അവിടെ നിന്ന് ഒരാൾ പോലെ വന്നിട്ട് ഫോൺ ചെയ്തിട്ട് വഴി ചോദിച്ച് മീനിന്റെ വേസ്റ്റ് ശർക്കര ഇതൊന്നും മീനിന്റെ മത്തി ഒന്ന് മാറ്റി വെറുതെ പൈസ വേണ്ട.
ചെറിയൊരു മാങ്ങ മതി. ഇതിനെ ബന്ധുവസാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ സ്റ്റേജ്. പൊങ്ങി വരുന്നു അല്ലേ? ഹൃദയാമൃതത്തിലെ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചതാണ്. അപ്പോഴതിങ്ങനെ പൊങ്ങി വരികയാണ് അല്ലേ? ഈ ഇതേപോലെ ഞാൻ രാവിലെ ഒഴിച്ച് വെച്ച് വൈകുന്നേരം. ഇത് എത്ര പ്രാവശ്യം ഡൈല്യൂട്ട് ചെയ്ത് തളിക്കണോ, ഒഴിക്കണോ? സാധാരണ ഫിഷ് അമിനോ നമ്മൾ 30 ഇരട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. 20 ഇരട്ടിയാണ്. ഇതിന് 35 ഇരട്ടി. എന്ന ഇനമാണ്. എന്നാൽ പലരും മറ്റ് ഇനങ്ങളെ കരിങ്കോഴികളായി കൽപ്പിച്ച് അതിൻ്റെ മുട്ടകൾ വിൽക്കുന്നുണ്ട്. സ്ഥലം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടുകളുടെ രൂപകൽപ്പന പ്രത്യേക തരത്തിലാണ്. അതായത് അതിൻ്റെ കാഷ്ടം പ്രത്യേകമായിട്ട് ശേഖരിക്കുന്നതിൻ്റെ രീതിയിൽ തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ കോഴികളുടെ കരിങ്കോഴികൾ പരുവപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിലാണ് കോഴികൾ മുട്ടയിടുന്നത്. ഇത് ഗോതമ്പ് തവിടോ? അല്ലല്ല, തീറ്റ. എല്ലാം സടക്നാഥാണ് അല്ലേ? കടക്നാഥ്. ഈ ദിവസം 2 നേരം തീറ്റ കൊടുക്കൂ? വാഴത്തണ്ടും പച്ചിലയും എല്ലാം കൊടുക്കും. പുല്ല് കൊടുക്കും. ഇതൊക്കെ എത്ര ദിവസമായ കോഴിയാണ്? ഏഴ് മാസം മുതൽ 1.5 വർഷം ആയതുണ്ട്. അങ്ങനെ കരിങ്കോഴികളുടെ കാഷ്ടം ഉപയോഗിച്ച് സസ്യാമൃതം എന്ന ജൈവവളക്കൂട്ട് അദ്ദേഹം തയ്യാറാക്കി. അത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ അത് വിശദമായി പറഞ്ഞിരുന്നു ഈ കാര്യം. സസ്യാമൃതം ചെടികൾക്ക് ഉപയോഗിച്ചപ്പോൾ നല്ലൊരു ഗുണം കിട്ടി എന്നുള്ളതാണ്. അത് പൂക്കാനും കായ്ക്കാനും അത് തഴച്ച് വളരാനും ഈ സസ്യാമൃതം എന്നുള്ള ഒരു ജൈവവളക്കൂട്ട് സഹായിച്ചു. ഇങ്ങനെ പലതരത്തിൽ അതിൽ വേറൊരു വെറൈറ്റിയാണ്. ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ജെറ്റ് ഫ്ലാറ്റ്. ഇതിൽ ഇത് സിൽവർ, ഗോൾഡൻ ഉണ്ട്. ചായ ഇടുമ്പോൾ ഏപ്പം വരാം. ഇത് പൂവനാണോ? ഇത് പൂവ്. ഇത് കടക്കുന്നതിൻ്റെ സിൽവറാണ്. സടക്കുന്നതിൽ സിൽവർ. എല്ലായിടത്തും പറ്റിപ്പാണ്. നമുക്ക് പറ്റിക്കല്ല, നേരെ പോകും. ഇത് കൈരളി ഇനമാണ് അല്ലേ? ഇത് കടക്കുന്ന അതിന്റെ പൂവാണ്. ഓരോ പൂവനാണോ ഉള്ളത്? മറ്റേ പഴം, ഈസ്റ്റ്, ശർക്കര, ഞവടി ഇളക്കി കൂട്ടിയിട്ടതാണ്. ആയില്ല, 25 ദിവസം വേണം. ഇതിപ്പോ ഒരു
ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ പുതിയതും വീഴുമല്ലോ. പുതിയത് വീഴും. ഇത് വീഴുമ്പോൾ അടുത്ത പഴം വരെ വീട്ടിൽ കൊടുക്കും. ഇതിന് സസ്യാമൃതം. ഇതിൽ എന്തൊക്കെ ചേർത്തിരിക്കുന്നു? ഇതിൽ നമ്മൾ ആദ്യം ഈ ഇത് ചകിരിച്ചോറ്, അസിഡിറ്റി മാറ്റിയ ചകിരിച്ചോറ് പൊടിച്ച് ഇതിന്റെ പുറത്തങ്ങ് ഇട്ടിട്ട് കുത്തി കൊടുക്കും. താഴെ ഒരു സ്റ്റെപ്പ് കാഷ്ടം ഇതിൽ കിടക്കുമ്പോൾ ഇതിപ്പം പിന്നെ അതിൽ ശർക്കര ഇട്ട് 15 ദിവസം, അപ്പം 12 മുതൽ 18 ദിവസം വരെ വെച്ചിട്ട് അതിനെ കൂടി ഇതിന്റെ പുറത്ത് കോരി കാരി വിതറിയിട്ട് എല്ലാം താഴെ വീഴും. താഴെ വീണ് എന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിരിക്കില്ലേ ഇങ്ങനെ ഇളക്കി കൂട്ടി വയ്ക്കും. എന്നിട്ട് അത് പൊടിഞ്ഞു വരും. അപ്പോൾ നമുക്ക് കോഴി കാഷ്ടം ഇരിക്കുമ്പോൾ നല്ല ഇരിക്കുന്നത്. ഇത് അരിച്ചെടുത്ത് ചെടിയുടെ ചുവട്ടിലിടും. നമുക്ക് അരിക്കണ്ട, അരിക്കണമെങ്കിൽ ഈസ്റ്റ് ഇട്ടാൽ 3 ദിവസം. 3 ദിവസം കഴിഞ്ഞിട്ട് ശർക്കര ഇടും. അല്ലാതെ നമ്മൾ ശർക്കര ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പൊങ്ങി എല്ലാം കൂടി കയറി കളയും. സസ്യാമൃതവും ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ കുറച്ച് ഫിഷ് അമിനോ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ സസ്യാമൃതം പ്ലസ് അത് അതിനേക്കാളും മാറ്റമായിരിക്കും. ഫിഷ് അമിനോ ഒഴിച്ചിട്ട് അത് നമുക്ക് 25 ദിവസം പോരാ. 25 ദിവസം നമ്മൾ ഇത് ഒഴിച്ചിട്ട് 25 ദിവസം ആയിട്ട് പഴം പൊടി വെച്ചിട്ട് ഫിഷ് അമിനോ ഒഴിച്ചാൽ പിന്നെ 10 ദിവസം ഒരു 5-6 ഇളക്കണം. ഇളക്കി വരുമ്പോഴും അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല നമ്മളെ ഈ പടവുകൾ ഇറങ്ങുന്നത് ജീവകാരുണ്യ പ്രവൃത്തിയിലേക്കാണ്. ഇത് സ്വന്തം ആവശ്യത്തിനല്ല, ജീവിതശൈലി രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവർക്കായിട്ട് വേണ്ടി അദ്ദേഹം ഈ ജൈവ പച്ചക്കറികൾ നൽകുകയാണ്. പതിവായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അത്തരക്കാർ ഈ ജൈവ പച്ചക്കറി സ്വീകരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത്.